ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ലിവിങ് ഡയറി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഷാക്ഷുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. ഇത് ബേസിക്കലി ഒരു മിഡിൽ ഈസ്റ്റേൺ ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണിത്. ബ്രെഡിൻ്റെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനുമാണ്. പിന്നെ വേണമെങ്കിൽ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ബേസിക് ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതിന് വേണ്ടിയിട്ട് സവോള, ക്യാപ്സിക്കം, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗാർലിക്, ഗ്രീൻ ചില്ലി. അത് കഴിഞ്ഞ് മസാല എന്തൊക്കെ വേണമെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, ജീര പൗഡർ, ജീര, ഉപ്പ്, പിന്നെ കുറച്ച് പെപ്പറും ഉപ്പും മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ലാസ്റ്റിൽ പറയാം. പിന്നെ 2 ടൊമാറ്റോയുടെ ജ്യൂസ്. ഇത് മെയിൻലി ടൊമാറ്റോ ജ്യൂസിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. പിന്നെ 5 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഹീറ്റായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ജീര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലിൽ ജീര പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് 2 ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞത്, പിന്നെ 4 ഗാർലിക്കല്ല 4 അല്ലി ഗാർലിക്കാണിത്, ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിലേക്ക് 1 സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. സവോള കുറേ ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗോൾഡൻ കളർ വരെ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മൾക്ക്. ഈ ഡിഷിൽ കുറേ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ സവോള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഇതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഉപ്പ് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീര പൗഡർ. ഉപ്പ് വേണമെങ്കിൽ കുറച്ചോ കൂടുതലോ എങ്ങനെ വേണമെങ്കിലും ഇടാം, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞ് ചെറിയൊരു മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരു പച്ചമണം ചേഞ്ച് ആകുന്നത് വരെ നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു മീഡിയം സൈസ് capsicum എടുത്ത് ചെറുതായി അരിഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ കുറേ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 2 ടൊമാറ്റോയുടെ ജ്യൂസ് ഇട്ട് കൊടുക്കാം. 2 ടൊമാറ്റോ എടുത്ത് മിക്സിയിൽ ജ്യൂസ് ആക്കിയതാണിത്. ബോയിലൊന്നും ആക്കിയിട്ടില്ല, വിത്തും കളഞ്ഞിട്ടില്ല. ജസ്റ്റ് ടൊമാറ്റോ എടുത്ത് മിക്സിയിൽ ജ്യൂസ് അടിച്ചതാണിത്. അപ്പോൾ ഇതിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഈ വെള്ളം കുറച്ച് വറ്റുന്നത് വരെ നമ്മൾക്ക് ഇതിനെ മിക്സ് ചെയ്യണം. ഇതുപോലെ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോൾസ് ആക്കി അതിലേക്ക് മുട്ട പൊട്ടിച്ച് കൊടുക്കാം. ഒരു ഹോളാക്കി മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. പിന്നൊരു ഹോളാക്കി പിന്നൊരു മുട്ട പൊട്ടിക്കാം. അതുപോലെ ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഹോളാക്കി മുട്ട പൊട്ടിച്ച് കൊടുക്കാം.
നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ 4 6 എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഏത് ബിഗിനേഴ്സിനും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുള്ളൊരു ഡിഷാണിത്. ഇതുപോലെ ഒന്നൊന്നായി നമ്മൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞ പെപ്പർ പൗഡറും ഉപ്പും മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഇതിൻ്റെ മുട്ടയുടെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 to 7 minutes നമ്മൾക്ക് കുക്കാക്കിയെടുക്കാം. ഇപ്പം നമ്മളുടെ ഷക്ഷുക നല്ലോണം കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കൊറിയാൻഡർ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഷക്ഷുക ഇവിടെ റെഡിയാണ്. ഇതിനെ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മെല്ലെ മെല്ലെ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, subscribe. Also hit the bell icon. And thank you for watching.